ഒരു അവസാനഘട്ട ചർച്ചയ്ക്ക് വേണ്ടി പോവാണ് കേട്ടോ. അപ്പം മീനു എന്നെ നോക്കി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അവളെയും കൂട്ടിയിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ടാണ്. ആ വൈറ്റ് ചുരിദാർ ഇട്ടവളെ കണ്ടല്ലോ, അവിടെ കല്യാണമാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കല്യാണത്തിനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളത്. എന്ത് സാരിയാണോ ചുരിദാറാണോ, ഏത് കളർ ഇടും, മേക്കപ്പ് എങ്ങനെ വേണം, അങ്ങനെയൊക്കെ ഒരു ചർച്ച. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ മേടിച്ചത്, ഞാൻ അൽഫാമും ആ ഒരു ബിരിയാണിയും മേടിച്ചിട്ട്. എല്ലാ പ്രാവശ്യവും ബിരിയാണി കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി മേടിച്ചാണ്. പക്ഷേ അബദ്ധം പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് അൽഫാം വന്നത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ചർച്ച ഗംഭീരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സാരി ഓൾറെഡി ഞാൻ ഉടുക്കാൻ ഒട്ടും പ്ലാനില്ല, കാരണം എനിക്ക് സാരി എടുത്തുകൊണ്ട് ഒന്നും പറ്റില്ല. ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് സാരി എടുത്തുകൊണ്ടൊന്നും കഴിക്കാൻ അത്ര വശമില്ല. അപ്പോൾ നേരെ ഞങ്ങൾ ഇവിടുന്ന് പരാഗിലോട്ടാണ് പോയത്. അവിടെ ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട് റേറ്റ് കുറവാണെന്ന്. പക്ഷേ ഞങ്ങളുടെ ആരെയും കയ്യിൽ സാലറി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ആരെയും കയ്യിൽ പൈസ ഇല്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് അവിടെ ഭയങ്കര റേറ്റ് ഉള്ള പോലെയൊക്കെ തോന്നി. അവിടെ നിന്ന് കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ, ഡ്രസ്സല്ല തുണികളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇറങ്ങിയിട്ട് ഒരു ഫ്രണ്ടിനെ വിളിച്ചിരുത്തി. അവരാണെങ്കിൽ കല്യാണക്കുറിയുടെ വലിപ്പം കുറഞ്ഞു എന്നുള്ളൊരു പരാതി ഇങ്ങനെ കുറേ നേരം കൊണ്ട് ഇങ്ങനെ ചിലവില്ല അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന് ഭയങ്കര പരാതിയാണ് വലിപ്പം കുറഞ്ഞല്ലോ എന്നുള്ളത്. അവനെയും കല്യാണത്തിന് വിളിച്ച ശേഷം ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരാവശ്യമില്ലാതെ ആ എസ്കലേറ്ററിൽ കുഞ്ഞിപ്പുഴുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം അവിടുത്തെ സെക്യൂരിറ്റി വന്നൊന്ന് നോക്കിയപ്പോഴാണ് അവളുമാരുടെ കളി കഴിഞ്ഞത്. പിന്നെ ഈ അസമയത്ത് പെൺകുട്ടികൾ അധിക നേരം പുറത്തിറങ്ങാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു 9 മണിയായപ്പോഴും ഓട്ടോ വിളിച്ച് നേരെ ഹോസ്റ്റലിലോട്ട് പോയി.